തൃശൂർ പൂരം വിവാദത്തിൽ ADGP MR അജിത് കുമാർ പോലീസിനെ വെള്ളപൂശിയതിൽ മുഖ്യമന്ത്രിക്കും അമർഷം. പോലീസും ജനങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് എങ്ങനെ പറയാനാകുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ചോദിച്ചു. തിങ്കളാഴ്ചയ്ക്ക് മുൻപ് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്ന് CPI മന്ത്രിമാർ ആവശ്യപ്പെട്ടു. ADGPക്കെതിരായ പരാതികളിൽ അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഈ ചോദ്യങ്ങളൊക്കെ മന്ത്രിസഭാ യോഗത്തിലാണോ ചോദിക്കേണ്ടത്? DGPയോട് ചോദിക്കാം, അജിത്തിനോട് നേരിട്ട് ചോദിക്കാം. അതൊന്നുമില്ലാതെയുള്ള ഈ രോഷപ്രകടനം എന്തിന്? പെടു ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ പ്രകടനത്തിൽ അതിൽ പ്രകടമായി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ MR അജിത് കുമാറിനെ സംരക്ഷിക്കുകയായിരുന്നുവെങ്കിലും ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ADGP MR അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചുവെന്ന് DGP റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിൽ അന്വേഷണം വേണമെന്നുള്ള ശുപാർശയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൃശൂർ പൂരം കലക്കലിൽ ത്രിതല അന്വേഷണം നടത്തുന്നതെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഈ MR അജിത് കുമാറിനെതിരെ കടുത്ത അമർഷം രേഖപ്പെടുത്തി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പൂരത്തിൽ അജിത് കുമാർ പോലീസിന് ക്ലീൻ ചിറ്റ് നൽകിയതാണ് മുഖ്യമന്ത്രിയുടെ അമർഷത്തിന് കാരണം. പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് അജിത് കുമാർ റിപ്പോർട്ടിൽ എഴുതിയത് യോജിക്കാനാവില്ലെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസഭയിലെ കക്ഷി നേതാക്കളെയാണ് ഇക്കാര്യം അറിയിച്ചത്. മാത്രമല്ല, പോലീസും ജനങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്ന് എങ്ങനെ പറയാനാകുമെന്ന് മന്ത്രിമാരോട് മുഖ്യമന്ത്രി ചോദിച്ചത്. ഒരു വിചിത്രമായ രീതിയാണ്. പക്ഷേ പോലീസ് ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാവരും കണ്ടതല്ലേ എന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരോട് സൂചിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായി. തിങ്കളാഴ്ചക്കുള്ളിൽ അജിത് കുമാറിനെ മാറ്റണമെന്ന കടുത്ത നിലപാടിലാണ് ഇപ്പോൾ CPI ഉള്ളത്. അത് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ അറിയിച്ചു. മാത്രവുമല്ല, ഈ ഉപസമിതിയിൽ മന്ത്രിസഭാ ഉപസമിതിയിലും CPI മന്ത്രിമാർ കടുത്ത നിലപാടെടുത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ADGP വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് ഉപസമിതിയിൽ CPI മന്ത്രിമാർ പറഞ്ഞു. റിപ്പോർട്ട് വന്നാൽ നടപടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ വേഗം വേണമെന്ന് മന്ത്രി K രാജൻ യോഗത്തിൽ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും CPI ഒരു ഡെഡ് ലൈൻ അക്കാര്യത്തിൽ വെക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ പുറത്തു വന്ന വിവരം അനുസരിച്ച് CPIക്ക് അങ്ങനെ ഒരു ഡെഡ് ലൈൻ ഇല്ല. റിപ്പോർട്ട് വന്നതിന് ശേഷം മുഖ്യമന്ത്രി തന്നെ രാഷ്ട്രീയ തീരുമാനം എടുക്കട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, CPI അക്കാര്യത്തിൽ ഒരു ഡെഡ് ലൈൻ വെക്കുന്നുണ്ട്. തിങ്കളാഴ്ചയ്ക്ക് മുൻപ് തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് CPIയുടെ ഈ വിഷയത്തിലെ നിലപാട്. മാത്രവുമല്ല, ഇന്ന് വൈകിട്ട് പലതരത്തിലുള്ള യോഗങ്ങൾ ചേരുന്നുണ്ട്. LDF ഉണ്ട്. മാത്രവുമല്ല, മറ്റു യോഗങ്ങൾ CPIയുടെ സംസ്ഥാന സമിതിയുണ്ട്. അവിടെയൊക്കെ ഈ വിഷയം ചർച്ചയാവുകയും ചെയ്യും. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.